സേതു, നിലവിൽ ആന കർണാടക അതിർത്തിയിലേക്ക് പോയിട്ടില്ല. പക്ഷേ ആന സഞ്ചരിച്ചാൽ കർണാടക അതിർത്തി കടക്കാവുന്ന ദൂരത്താണ് ഉള്ളത്. നിലവിൽ ആനയുടെ സിഗ്നൽ അവസാനമായി ലഭിച്ചത് ഈ മണ്ണുണ്ടി കോളനി പരിസരത്ത് തന്നെയാണ്. അല്പസമയം മുമ്പാണ് അവിടെ നിന്ന് സിഗ്നൽ ലഭിച്ചത്. പക്ഷേ ആനയെ നേരിട്ട ട്രാക്കർമാരോ ദൗത്യസംഘമോ ഇന്ന് കണ്ടിട്ടില്ല. ഇത് അവിടെ ഒരു കോളനി ഉണ്ടെങ്കിൽ കൂടി ചുറ്റും വനമേഖലയിലാണ് ആന നിൽക്കുന്നത്. വനമേഖലയിൽ തന്നെ എന്ന് പറയാം. ജനവാസ മേഖല തൊട്ടടുത്തുണ്ടെങ്കിൽ കൂടി അത് വനമാണ്. റിസർവ് ഫോറസ്റ്റും വന്യജീവി സങ്കേതവും ഒക്കെ ആ ഭാഗത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ വനത്തിലാണ് ആന നിലവിൽ ഉള്ളത്. പക്ഷേ അടുത്ത് ഈ മണ്ണുണ്ടി കോളനി, ചേലൂരൊക്കെ ജനവാസ മേഖലകളുണ്ട്. വനംവകുപ്പിനെ സംബന്ധിച്ച ഈ ലൊക്കേഷനാണ് പ്രധാനം. ആനയെ കാണുന്ന സ്ഥലത്ത് വെച്ച് മയക്കുവെടി വെക്കുക എന്നുള്ളത് പ്രായോഗികമായ കാര്യമല്ല. പ്രത്യേകിച്ച് വനത്തിനകത്തു കൂടിയാകുമ്പോൾ വാഹനം എത്തണം, ആനയെ കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ എത്തിക്കണം, കുങ്കിയാനകൾക്ക് എത്താൻ പറ്റണം. അതുകൊണ്ട് തന്നെ റോഡിൽ നിന്ന് ആക്സസ് ഉള്ള, അല്ലെങ്കിൽ റോഡിൽ നിന്ന് അധികം ദൂരെയല്ലാത്തൊരു ലൊക്കേഷനിൽ ആന എത്തിയാൽ മാത്രമേ ഈ മയക്കുവെടി ദൗത്യവുമായി മുന്നോട്ട് പോവുകയുള്ളൂ. അത് ഒരു ഇത്ര സമയം കൊണ്ട് എത്തും എന്ന് പറയാൻ കഴിയില്ല. കാരണം ആനയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്ത് ട്രാക്കർമാർ നിലവിൽ വനത്തിലുണ്ട്. അതനുസരിച്ച് ആനയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്തായിരിക്കും അത് തീരുമാനിക്കുക. പക്ഷേ എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്. ആന അനുയോജ്യമായ ഒരു ലൊക്കേഷനിൽ എത്തിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ സംവിധാനങ്ങളെല്ലാം പ്രവർത്തിക്കും. എത്രയും പെട്ടെന്ന് മയക്കുവെടി എന്നുള്ള ഒരു കാര്യത്തിലേക്ക് വനംവകുപ്പ് പോകും. പക്ഷേ നിലവിൽ ആനയെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആനയുള്ളത് വനത്തിലാണ്. തൊട്ടടുത്ത് ജനവാസ മേഖലയുണ്ട്, നേരത്തെ സേതു പറഞ്ഞതുപോലെ. പക്ഷേ ഇപ്പോൾ വനത്തിലാണുള്ളത്. ആനയുടെ മൂവ്മെൻറ്റ് ട്രാക്ക് ചെയ്ത് കൃത്യമായി ഒരു ആക്സസ് ഉള്ള സ്ഥലം, ഒരുപാട് ഉള്ളോട്ടുള്ള സ്ഥലത്ത് ആനയെ മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആനയെ അവിടെ നിന്ന് കയറ്റിക്കൊണ്ടുപോവുക പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ആനയുടെ മൂവ്മെൻറ്റ് നോക്കി റോഡിൽ നിന്ന് ആക്സസ് ഉള്ള ഒരു സ്ഥലത്ത് വെച്ചായിരിക്കും മയക്കുവെടി വെക്കുക. ഈ മേഖലയുടെ അതിർത്തി എന്ന് പറയുന്നത് നാഗർഹോള ദേശീയോദ്യാനമാണ്. അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഈ കേരള ദൗത്യ സംഘത്തിന് അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് തന്നെ ആനയുടെ മൂവ്മെൻറ്റ് വളരെ ക്ലോസായി നിരീക്ഷിക്കുകയാണ്. എന്തായാലും അവസാനമായി സിഗ്നൽ ലഭിച്ചത് ഈ കോളനിയുടെ പരിസരത്തുള്ള വനമേഖലയിൽ നിന്ന് തന്നെയാണ്. ഈ ദൗത്യസംഘത്തിലെ ട്രാക്കർമാർ വനത്തിനകത്ത് ആനയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് നേരിട്ട് ഇന്ന് ആനയുടെ സാന്നിധ്യം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സിഗ്നലുകൾ, റേഡിയോ കോളറിൻ്റെ സിഗ്നലുകൾ പിന്തുടർന്നാണ് ഈ ദൗത്യസംഘം ട്രാക്കർമാരുമൊക്കെ നീങ്ങുന്നത്. ശരി കമലിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താം.